Hello everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Meetnaram Climax. Let's watch it. Let's watch it. ഇല്ല ഞാനിത് സമ്മതിക്കില്ല ഈ വിവാഹം നടക്കില്ല എന്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ട് ബോബി എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് Okay. ഒരു പക്ഷേ പണ്ടത്തെക്കാൾ കൂടുതൽ അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം Yes, what happened? ബോബിയെ അറിയിക്കാനാണ് ഞാൻ ഓടി വന്നത് അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന് Oh. പോയി ഞാൻ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞ് ഒരിക്കലും ബേബിച്ചാൻ ഒരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു അത് ഞാൻ പാലിക്കുമായിരുന്നു പക്ഷെ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല കാരണം ചോദിക്കരുത് അത് ഞാൻ പറയരുത് Oh. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നേരിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത് പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ പൊയ്ക്കോളാം ആരെയും നോവിക്കാതെ ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ച പോയത് സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും മനസ്സ് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടാ ജീവിക്കാൻ പോകുന്നത് ബോബി എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ ലോകം അവസാനിക്കുന്ന Oh shit. Something is wrong with her. പ്രശ്നമൊന്നുമില്ല പൾസും പ്രഷറും ഒക്കെ നോർമലാണ് സാധാരണ ഒരു ബോധക്ഷയമായിട്ട് പ്രൈമറി അനാലിസിസ് കാണും അല്പം അനീമിക്കാതെ ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ടെൻഷനോ മറ്റോ അതിനുശേഷം മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം ഷീ വിൽ ബി ഓൾറൈറ്റ് നത്തിങ് ടു വറി Something is wrong. ബോബി എക്സ്ക്യൂസ് മീ Oh, this guy. Yes. ഐ ആം ബോബി Oh. എനിക്കൊരു കാര്യം പറയാം വിശ്വസിച്ചേ പറ്റൂ ഈ അസുഖത്തിന് മെഡിക്കലിനെയും പോലീസ് സൈറ്റിനെയും ഉപദ്രവിയിലെ എന്നാണ് Okay. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വെച്ച് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് തന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം Oh. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നട്ടിച്ചത് കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിൽ ലഭിക്കാനാവില്ല നിങ്ങൾ എവിടായിരുന്നു ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത് ബോബി എനിക്ക് പറയാനുള്ള കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പാലമൂട് അനാഥയെ വളരാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മകളെ പോലെ നിങ്ങളെയൊക്കെ വളർത്തി പോലെ ഞാൻ അവിടെ വളർത്തിക്കോളാം അറിയാം പക്ഷേ ഞാനും കൂടെ മരിച്ചാല് ഏട്ടന് പിന്നെ ആരാ ഉള്ളത് പിന്നെയും ജീവിക്കണ്ടേ ഒരു ഭാര്യ കുഞ്ഞ് കുടുംബം ഒക്കെ വേണ്ടേ അവിടെ ഈ കുഞ്ഞൊരു തടസ്സമാവേ ഉള്ളൂ അത് പലരും മാറ്റി പറഞ്ഞു വരും മാലമോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം ഏട്ടന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്കൊരു സമാധാനമായിട്ട് മരിക്കാൻ ശരി എന്നാ നീ ഒറ്റയ്ക്ക് പോകണം ഞാനിവിടെ വരാം വേണ്ട വെറുതെ ഒരു കുഞ്ഞിനെ കൊണ്ട് ചെന്നാലേ അവർ സ്വീകരിക്കൊന്നുമില്ല ചില കളികളൊക്കെ കളിക്കും ഏട്ടൻ വന്നാൽ അത് നിർത്തില്ല എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ പോവും ഞാൻ മോളെ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളൂ 2 മാസം അതിനുള്ളിൽ ഞാൻ വരും ഏട്ടന്റെ മടി കിടന്നേ ഞാൻ വരിക്കും സത്യം Oh. പോരെ ഞാൻ വരും വലിയൊരു വാശിക്കാരിയാണ് നീനുമോള് ഏതായിട്ടല്ല അച്ഛനായിട്ട് രണ്ട് പെൺമാരെ ഞാൻ വളർത്തിയത് ഒരാൾ പോയി തയ്യാറായി നിൽക്കുന്നു
അമ്മയുടെ അസുഖം കുട്ടികൾക്ക് ബാധിച്ചു. പക്ഷെ Oh. അവിടെ വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. എന്നെ മാത്രം വേദനിപ്പിക്കാനായി വെറുതെ വിട്ടു. ദൈവങ്ങളും സാഡിസ്റ്റുകളും ഉണ്ടായിരിക്കല്ലേ. അവരുടെ കയ്യിലുണ്ടായിരുന്നത് കണ്ടെടുക്കണം. അതുവരെ നീ ഒരു കൂടെ മാത്രമേ ഉള്ളൂ. ഒഴിഞ്ഞൊരു കുപ്പി. ഇത് തന്നെയാണ് സൈക്ലോഫോസ്ഫാമിൻ. ജർമ്മനിയിൽ നിന്ന് വരുത്തിയതാണ്. 2 ദിവസത്തിലൊരിക്കലും ഇത് ഇൻജെക്ട് ചെയ്യണം. അത് മുടക്കാണ്. അത് അസുഖം കൂടിയത്. ഇത് ഇവിടെ കിട്ടില്ല. മാത്രമല്ല RBC കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 18 മണിക്കൂറായി യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവളെ ബോംബെ കൊണ്ടുപോയി. ഇനി നാളത്തെ ഫ്ലൈറ്റിനെ ബോംബെക്ക് പോകാനാണ്. അസുഖം കൂടാതിരിക്കാൻ ഒരേ ഒരു വഴിയും വിനിസെക്ഷൻ ചെയ്ത് ബ്ലഡ് വോളിയം കുറയ്ക്കണം. എന്നുവെച്ചാൽ പാദത്തിനടിയിലുള്ള വേരിൽ നിന്ന് കുറഞ്ഞ 500 ml ബ്ലഡ് ചോർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാനും പറയാൻ ഉദ്ദേശിച്ചത് അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ചെയ്യാനാവും, പക്ഷെ അതിനുള്ള മരുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അതിന്റെ പേര്. Oh. എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കണം. ചിക്കാഗോയിലെ ഒരു സുഹൃത്തോ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷെ അതുവരെ പേഷ്യന്റിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കുന്നത് നിങ്ങളാണ്. അവരുടെ മനസ്സ് നോവുന്നതൊന്നും സംഭവിക്കരുത്. ഇമോഷണൽ ആവാനും അനുവദിക്കരുത്. ഈ മരുന്ന് കിട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെട്ടാലും. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരും മരുന്നിനെയും കഴിവിനെയും വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ഈശ്വരൻ. പ്രാർത്ഥിക്കുക. അത് മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഈ കുഞ്ഞിനെ ഞാനിവിടെ വളർത്തുന്നതാണ്. ഈ വീടിന്റെ അടപ്പുറപ്പ് വന്നത് ഞാൻ വന്നതിന് ശേഷം. ചോവാനും എന്റെ കുഞ്ഞുങ്ങളെ അച്ഛനെ ബഹുമാനവും പഠിപ്പിച്ച് പുള്ളിക്കരാക്കിയത് അവർക്ക് തിരിച്ചു നൽകാൻ ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതെന്റെ സമ്മാനമായിട്ട് കരുതി മനസ്സമാധാനത്തോടെ അവൻ പോകും. വേണ്ട, ഈ കുഞ്ഞിന്റെ എന്റെ കുഞ്ഞുങ്ങളൊന്നും അച്ഛനെ അറിയാതെ Okay. അറിയട്ടെ. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ. ഒരു തെറ്റ് തിരുത്താനുള്ള എന്റെ ഈ അവസരം അവൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കാൾ വലുത് എന്നെയും എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സമാധാനമാണ് എനിക്ക് വായിക്കേണ്ടി വരും. തിരിച്ചു വരും എന്നോട് പറഞ്ഞ വാക്ക് വായിക്കാൻ അവരെ രക്ഷിച്ചു. Hi. ഒരു നിമിഷത്തിന്റെ ആവശ്യത്തിൽ ഞാൻ ബോധം വിട്ടിട്ട് പോയി. ഒന്ന് യാത്ര ചോദിക്കാൻ മര്യാദ പോലും കാണിക്കാതെ. പക്ഷെ ഇപ്പോഴെനിക്കത് സങ്കടമില്ല. നമ്മൾ ഒന്നിച്ച ശേഷം, നമുക്കൊരു കുടുംബം ഉണ്ടായ ശേഷം ഞാൻ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതിൽ നല്ലതല്ല ഇത്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ടോമിയോട് പറയാത്തതൊന്നുകൂടിയുണ്ട്. എനിക്കൊരു ഏട്ടനുണ്ട്. ഞാൻ മരിച്ചാലും ഏട്ടൻ അറിയിക്കരുത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാപത്തിനൊക്കെ താങ്ങാനാവില്ല. ഞാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നോട്ടെ. നിനക്കൊന്നും പറ്റില്ല. മരുന്നുടനെ കിട്ടും. അതുവരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. എന്നാ ഞാനൊരു കാര്യം കാണിക്കട്ടെ. എന്താണ്? നമ്മുടെ ആ പഴയ അപ്പൂപ്പൻ ടേബിൾ കോട്ട്. അപ്പൂപ്പൻ ഇപ്പോഴും നാക്കിന് കുഴപ്പമൊന്നുമില്ല.
ഒഴിക്കണം. നിലാവേ മായമോ Hope यार जल्दी हाँ ना। हो जाए. Was going so good यार. अरे रे रे रे. നാളെ കാലത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മെഡിസിൻ വരുന്നുണ്ട്. പൈലറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നീനേട് അതിനെ വളരെ വർഷം. Come on. अरे नहीं.
Come on. Hurry up, hurry up. ഹലോ ബോബി എത്രയും വേഗം ഇവിടെ വരണം. Yes, sir. Yeah. Come on. जल्दी जल्दी जल्दी. Oh. No. പോയി പോയി ഞാനവിടെ കാണാതിരുന്നിട്ടും എന്റെ ജീവിതം പോയി. अरे यार, I was not expecting that. It was such a nice movie, but end was very sad. Yeah, seriously. But nice movie, very Like nice. a whole movie, we had laugh, we had Enjoy. It's a Malayalam movie, of course. You're supposed to get a twist. Unexpected ending. Unexpected, Yeah. But yeah, it was nice movie. I thought कि चलो at least there But will be a Jaish. happy ending and No, all. but no. Because But nice. Guys, suggest us more such movies. meanwhile, take care. Bye bye.